ഹായ്, നിങ്ങൾ ഇതുവരെ നമ്മുടെ നെക്സ്റ്റ് വേവിൽ BDM അല്ലെങ്കിൽ BDA ജോബ് റോളിന് അപ്ലൈ ചെയ്തിട്ട് വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരാണോ? അപ്പോൾ എന്തൊക്കെയാണ് അങ്ങനത്തെ ഒരു സിനാരിയോയിൽ ഒരു BDM അല്ലെങ്കിൽ ഒരു BDA നെക്സ്റ്റ് വേവിൽ ചെയ്യേണ്ടത് ഫർദർ എന്നുള്ള ഡിസ്കഷൻ ആയിരിക്കും ഇതിലൂടെ ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. സോ ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഒത്തിരി പേര് നെക്സ്റ്റ് വേവിലെ BDM അല്ലെങ്കിൽ ഒരു BDA ജോബ് റോളിന് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുണ്ട്. അവർ ഇപ്പോഴും അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുറേ പേരുണ്ട്. സോ അങ്ങനെയുള്ളൊരു കാൻഡിഡേറ്റിന് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അതുപോലെ തന്നെ എന്തൊക്കെയാണ് അപ്ലൈ ചെയ്തിരിക്കുന്ന ഒരു കാൻഡിഡേറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളായിരിക്കും ഇതിലൂടെ ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. അതുപോലെ നിങ്ങൾക്കും പല കൺസേൺസും കാര്യങ്ങളും ഉണ്ടാവും. എന്തെങ്കിലും അങ്ങനത്തെ കൺസേൺസോ അല്ലെങ്കിൽ ക്ലാരിഫൈ ചെയ്യാനുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ തന്നെ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. അതിനുള്ള റെസ്പോൺസും കാര്യങ്ങളും ഞാൻ തരുന്നതായിരിക്കും. സോ ആദ്യമായിട്ട് തന്നെ ഏറ്റവും കൂടുതൽ കാൻഡിഡേറ്റ്സ് ചോദിക്കുന്നത് ഞങ്ങൾ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു അപ്ഡേറ്റും കിട്ടിയിട്ടില്ല എന്നുള്ളൊരു കൺസേൺ ആണ്. സോ എല്ലാ കാൻഡിഡേറ്റ്സിനോടും എനിക്ക് പറയാനുള്ള ഒരു കാര്യം മാത്രമാണ്, നമുക്കിവിടെ ലഭിക്കുന്ന ആപ്ലിക്കേഷൻസിൻ്റെ എണ്ണം അത്രയധികമാണ്. ബിക്കോസ് ആ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആ കാര്യങ്ങളെല്ലാം കാരണമാണ് അത് വരുന്നത്. അപ്പോൾ എല്ലാ കാൻഡിഡേറ്റ്സിനെയും നമുക്ക് ഫിൽട്ടർ ഔട്ട് ചെയ്ത് അവരുടെ റെസ്യൂമെ ചെക്ക് ചെയ്ത് നമുക്കത് ക്രോസ് ഫങ്ഷണൽ ആയിട്ടുള്ള പല ടീമുകളുള്ളതുകൊണ്ട് എല്ലാവരുമായിട്ട് ഡിപ്പെൻഡഡ് ആണ്. സോ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തായാലും ഇവിടെ അപ്ലൈ ചെയ്ത ഏതൊരു കാൻഡിഡേറ്റിനും കറക്റ്റായിട്ടുള്ളൊരു അപ്ഡേറ്റ് നമ്മുടെ സൈഡിൽ നിന്ന് വരും. മേ ബി അതിന് ഒരു കുറച്ച് ദിവസം ആ ഒരു ടൈം ഗ്യാപ്പ് അല്ലെങ്കിൽ ഒരു ടൈം ടാറ്റ് എടുക്കും. എന്നാൽ പോലും ഓരോ അപ്ലൈ ചെയ്ത കാൻഡിഡേറ്റ്സിനും കറക്റ്റായിട്ടുള്ള അപ്ഡേറ്റ്സ് ലഭിക്കുന്നതായിരിക്കും. സോ അതുപോലെ തന്നെ രണ്ടാമത്തെ ഏറ്റവും കൂടുതൽ കൺസേൺ നമ്മുടെ കാൻഡിഡേറ്റ്സിനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർ അപ്ലൈ ചെയ്തു പക്ഷേ അവർ റിജക്റ്റഡ് ആവാണ്. സോ അതിലെനിക്കൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് BDA ഓപ്പണിങ്സ് ഉണ്ടാവും, അതുപോലെ തന്നെ ഒരു മാനേജർ BDM ഓപ്പണിങ്സും ഉണ്ടാവും. അപ്പോൾ ഒരു അസോസിയേറ്റ് ലെവലിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ആ ഒരു ജോബ് ഡിസ്ക്രിപ്ഷനിലുള്ള റെലവൻറ്റ് സ്കിൽസ് നിങ്ങളുടെ റെസ്യൂമേൽ ഉണ്ടോ അല്ലെങ്കിൽ അത് നിങ്ങൾ മേക്ക് ഷുവർ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ ക്ലാരിഫൈ ചെയ്യണം. അതുപോലെ തന്നെ ഒരു മാനേജറായിട്ട് നമ്മളൊരു ആപ്ലിക്കേഷൻ ഇവിടെ സബ്മിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മാനേജറിയൽ സ്കിൽസ് അല്ലെങ്കിൽ ആ ഒരു ജോബ് ഡിസ്ക്രിപ്ഷനിൽ പറഞ്ഞിരിക്കുന്ന പോലെ ടീം ഹാൻഡ്ലിംഗ് സ്കിൽസ് നമുക്ക് മുമ്പ് ഇല്ലെങ്കിൽ നമ്മൾ ഒബ്വിയസ്ലി അതിൽ റിജക്റ്റഡ് ആവും അല്ലേ. അപ്പോൾ ഒരു ജോബ് ഡിസ്ക്രിപ്ഷൻ നോക്കിയിട്ട് ആ ജോബ് ഡിസ്ക്രിപ്ഷനിൽ എന്തൊക്കെ സ്കിൽസ് ആണോ വേണ്ടത്, മാൻഡറ്ററി ആയിട്ട് വേണ്ടത്, അത് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ആ പർട്ടിക്കുലർ ജോബ് റോളിന് അപ്ലൈ ചെയ്യുക. അങ്ങനെ അപ്ലൈ ചെയ്തവരാണെങ്കിൽ എന്തുകൊണ്ടും നിങ്ങൾക്ക് ആ ഒരു അപ്ഡേഷനും കാര്യങ്ങളും അധികം വൈകാതെ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ പിന്നെ ഏറ്റവും കൂടുതൽ കാൻഡിഡേറ്റ്സ് ചോദിച്ചിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്, എന്തൊക്കെയാണ് അവർ പ്രിപ്പയർ ചെയ്യേണ്ടത്, എങ്ങനെയാണ് അവർക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടാനുള്ള സാധ്യത കൂട്ടാൻ പറ്റുക എന്നുള്ളൊരു കൺസിഡറേഷൻ ഉണ്ട്. അപ്പോൾ ഇതിന് എനിക്ക് പറയാനുള്ളത് ഒരു കാര്യം മാത്രമാണ്. ഫസ്റ്റ് തിങ്, നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ അപ്ലൈ ചെയ്ത ആ ഒരു ജോബ് റോളിന് റെലവൻ്റ് ആയിട്ടുള്ള സ്കിൽസ് നിങ്ങളുടെ റെസ്യൂമേലുണ്ടെങ്കിൽ അതിന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റിയതോ അല്ലെങ്കിൽ അതിനോട് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളിലായിട്ടുള്ള ഒരു ക്ലാരിറ്റി ആയിട്ടായിരിക്കണം നമ്മളൊരു ഇൻ്റർവ്യൂവിന് വരുന്നത്. അതുപോലെ തന്നെ സെക്കൻഡ് മേജർ തിങ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ അപ്ലൈ ചെയ്തിരിക്കുന്ന നെക്സ്റ്റ് വേവ് എന്നൊരു കമ്പനി, ആ കമ്പനീനെ പറ്റി അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു രാജ്യത്ത് അല്ലെങ്കിൽ ഈ ഒരു സൊസൈറ്റിയിൽ നമ്മൾ ചെയ്യുന്ന ഇമ്പാക്റ്റ്, ഈ കാര്യങ്ങളെല്ലാം പ്രിപ്പയർ ചെയ്തിട്ട് വരികയാണെങ്കിൽ ഇറ്റ് വിൽ ഗോ ഹാസിൽ ഫ്രീ. നിങ്ങൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ജോബ് റോളിന് നിങ്ങളുടെ റെലവൻറ്റ് സ്കിൽസ് ഉണ്ട്, നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ എന്താണ് നെക്സ്റ്റ് വേവ് അല്ലെങ്കിൽ നിങ്ങളുടെ ജോബ് എന്തിനെ റിലവൻ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണെന്ന് മനസ്സിലാക്കിയാൽ അത് ലഭിക്കാനുള്ള സാധ്യത കൂടുതലായിരിക്കും. അപ്പോൾ ഏറ്റവും കൂടുതൽ കാൻഡിഡേറ്റ്സ് ചോദിച്ചിരിക്കുന്ന ക്വറീസും കാര്യങ്ങളും ഞാനിപ്പോൾ നിങ്ങളുടെ അടുത്ത് സംസാരിച്ചു. പക്ഷെ എന്നാലും എനിക്കറിയാം കുറച്ചും കൂടിയും ക്ലാരിറ്റി അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ പേഴ്സൺ ടു പേഴ്സൺ ചോദിക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവും. അങ്ങനെയുള്ള കാൻഡിഡേറ്റ്സ് ഇത്രയും ചെയ്താൽ മതി. ഫസ്റ്റ് തിങ്, നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇതിൽ കമൻറ്റ് സെക്ഷനിൽ തന്നെ നിങ്ങൾക്ക് എന്തൊരു ഡൗട്ട് ഉണ്ടെങ്കിലും, ഒരു ഓപ്പണിംഗ് അല്ലെങ്കിൽ നിങ്ങളുടെ BDM ജോബ് റോളിൽ എങ്ങനെ സെലക്ട് ആവും, അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ എന്താണ്, അങ്ങനെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഈ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് ഞങ്ങളോട് ചോദിക്കാം. ആൻഡ് ഒബ്വിയസ്ലി ഐ വിൽ ഗെറ്റ് ബാക്ക് ടു യു. ഓക്കെ. സോ യാതൊരു കാര്യങ്ങളും വിചാരിച്ച് നമ്മൾ സ്റ്റക്ക് ആവേണ്ട. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്ത് ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ ട്രൈ ടു മേക്ക് മാക്സിമം ഔട്ട് ഓഫ് ഇറ്റ്. താങ്ക് യു ഗൈസ്.